സർ നമുക്കറിയാം പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി തലവനായിരുന്ന അസീം മുനീർ. അസീം മുനീർ ആയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ. അതിന്റെ പേരിൽ പാകിസ്ഥാനിൽ അസീം മുനീർ ഒരുപാട് ആരോപണ വിധേയനായിട്ടുണ്ട്. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കി ജയിലിൽ അടച്ചു എന്നൊക്കെയുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റായിരുന്നുവെന്നും തെറ്റായ പ്രചാരണമായിരുന്നുവെന്നും അസീം മുനീറിനെ പാകിസ്ഥാൻ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായതെന്നും പിന്നീട് വാർത്തകളും പുറത്തു വന്നു. ഇപ്പോഴിതാ എയർ മാർഷലായി ഫീൽഡ് മാർഷലായി അസീം മുനീർ സ്വയം നിയമിതനായിരിക്കുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആ രാജ്യത്ത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത്, ഇന്ത്യയോട് അൻപേ പരാജയപ്പെട്ട ഒരു രാജ്യത്ത് അതിലേറെ പരാജിതനായ ഒരു മനുഷ്യൻ സ്വയം ഫീൽഡ് മാർഷലായി അവരോധിക്കപ്പെടുന്നു. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കമ്പയർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്നുള്ളത് ഹരിദാസ് സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സാറിന്റെ ചില വിശദീകരണങ്ങളിലേക്ക്. ഈ പരാജിതർക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരവസ്ഥ, അതാണ് ഇപ്പൊ നമ്മൾ പാകിസ്ഥാനിൽ കണ്ടത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. ഇന്ത്യ അത്ര ശക്തമായ ആക്രമണമാണ് നടത്തിയത് എന്നുള്ള കാര്യം സർവർക്കും അറിയാം. പാകിസ്ഥാനിലെ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ പോലും അത് ഒരു തരത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ ഭീകര ക്യാമ്പുകൾ തകർന്നതുൾപ്പെടെ ഭീകരന്മാർ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതിനൊക്കെ ശേഷം അവിടുത്തെ പട്ടാള മേധാവി അസീം മുനീർ അദ്ദേഹം സ്വയം തന്റെ തസ്തികയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുത്ത് ഫീൽഡ് മാർഷൽ എന്ന നിലയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോ ഇതൊരു അസാധാരണമായ, അനിതര സാധാരണമായ സംഭവ വികാസമാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും രണ്ടഭിപ്രായമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ ആരും ഈ അസീം മുനീറിനെ കണ്ടിരുന്നില്ല, കേട്ടിരുന്നില്ല. അന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്ന വാർത്തകള് അയാൾ എവിടെയോ ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. ഇന്ത്യയുടെ വ്യോമാക്രമണം ഭയന്ന് ബങ്കറിൽ സുരക്ഷിതമായിട്ട് ഒളിച്ചിരിക്കുന്ന പട്ടാള മേധാവിയെ കുറിച്ചാണ് നമ്മളന്ന് കേട്ടത്. ഇപ്പൊ അദ്ദേഹം സ്വയം ഒരു പ്രൊമോഷൻ വാങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനിൽ ഇതിനു മുമ്പ് ഒരു ഫീൽഡ് മാർഷൽ തസ്തികയിലേക്ക് വന്നിട്ടുള്ള ഒരാൾ അയൂബ് ഖാൻ മാത്രമാണ്. അയൂബ് ഖാന്റെ ചരിത്രം എന്താ? 1965 ഇന്ത്യ പാക് യുദ്ധത്തില് പാകിസ്ഥാന്റെ ദയനീയ പരാജയത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. അപ്പോ അങ്ങനെ ഒരു സംസ്കാരവും പാരമ്പര്യവും ഒക്കെ പാകിസ്ഥാനുണ്ട്. ഇവിടെ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തിയത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മുഖം തന്നെയാണ്, രാഹുൽ ഗാന്ധിയുടെ ചിത്രം തന്നെയാണ്. ഈ പാകിസ്ഥാനിലെ പട്ടാള മേധാവിയുടെ സ്വഭാവം എന്താണോ, സംസ്കാരം എന്താണോ, അല്ലെങ്കിൽ ചരിത്രം എന്താണോ, അതിന് സമാനമല്ലേ രാഹുൽ ഗാന്ധിയുടെയും ചരിത്രം? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ നടന്ന ഏതാണ്ട് 90ഓളം പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ നയിച്ച് പരാജയപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. 2014 മുതൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ. 2009 അദ്ദേഹം ജയിച്ച് പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും പ്രധാനമന്ത്രിയും. 2014 നരേന്ദ്രമോദിയുടെ രംഗപ്രവേശം മുതൽ കോൺഗ്രസിനെ നയിച്ചിരുന്നത് രാഹുലാണ്. 2014 തോറ്റു, 2019 തോറ്റു. ഈ 2 തവണയും പാർലമെന്റില്, ലോക്സഭയില് പ്രതിപക്ഷ നേതാവ് ആകാൻ തക്കമുള്ള എംപിമാരെ സംഭാവന ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് അന്ന് കഴിഞ്ഞില്ല. അവസാനം 2024 തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് കിട്ടി. ആ 99 സീറ്റ് കിട്ടിയത് വലിയ വിജയമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ്സുകാർ ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം നൽകുന്നതൊക്കെ കണ്ടതാ. അപ്പൊ പരാജയം അങ്ങേ അറ്റം എത്തുമ്പോഴും, ദയനീയമായ തോൽവി അഭിമുഖീകരിക്കുമ്പോഴും അതിൽ അഭിമാനം കൊള്ളുകയും അതില് തല ഉയർത്തി നടക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ പോലെ പാകിസ്ഥാനിലെ പട്ടാള മേധാവിയും മാറുന്നു. രണ്ടും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പാകിസ്ഥാനിലെ ചിത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ.
ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് പാകിസ്ഥാൻ അതിൽ ജീവിതത്തിൽ ഒരിക്കലും അഭിമുഖീകരിക്കാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയത്. സിന്ധു നദീജല കരാറ് ഇന്ത്യ മരവിപ്പിച്ചു. സിന്ധു നദിയിൽ നിന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാന്റെ ഏതാണ്ട് 70% ഭൂപ്രദേശത്ത് ഇറിഗേഷൻ നടക്കില്ല, കുടിവെള്ളം കിട്ടില്ല. അത്തരമൊരു തീരുമാനം ഇന്ത്യയെ കൊണ്ട് എടുപ്പിച്ചത് ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്താണ്. അത് പാകിസ്ഥാൻ കനത്ത തിരിച്ചടിയല്ലേ? അത് മാത്രമാണോ? ഏതാണ്ട് 64 പാക് പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ. ഏതാണ്ട് 90ഓളം പേര് പാക് പട്ടാളക്കാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. 100ഓളം കൊടും ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യയും ലോകവും അന്വേഷിച്ച് നടന്ന ഭീകരന്മാര് ഈ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. 9 ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാന്റെ ഇന്റീരിയർ ഭാഗത്തും പിഒകെയിലുമുള്ള ടെററിസ്റ്റ് ക്യാമ്പുകൾ നമ്മൾ തകർത്തു. ഭീകരന്മാരുടെ ലോഞ്ച് പാഡുകൾ തകർത്തു. അങ്ങനെ 12 എയർബേസുകൾ തകർത്തു. ഡ്രോൺസ്, ജെറ്റുകള് പാകിസ്ഥാന്റെ വക. മാത്രമല്ല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പാകിസ്ഥാൻ ഉണ്ടായിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. പാകിസ്ഥാന്റെ റൺവേസ്, ഈ വ്യോമസേനയുടെ വ്യോമത്താവളങ്ങളുടെ റൺവേസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി. വിമാനങ്ങൾ പലതും തകർന്നു എന്നുള്ള വാർത്തകളും നമ്മൾ കണ്ടു. അവസാനം അവരുടെ DGMO ഇന്ത്യയുടെ കാല് പിടിക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം, ആക്രമണം അവസാനിപ്പിക്കണമെന്ന്. അതും നമ്മൾ കണ്ടതാ. അത് പാകിസ്ഥാനും ശരിവെച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയുടെ DGMOനെ വിളിച്ചത് സമാധാനം, വെടിനിർത്തൽ വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പരമദയനീയ അവസ്ഥയിലെത്തിയ പാകിസ്ഥാന്റെ അതിനൊക്കെ നേതൃത്വം കൊടുത്ത പട്ടാള മേധാവി സ്വയം അഭിമാനിച്ചുകൊണ്ട്, സ്വയം പുകഴ്ത്തിക്കൊണ്ട് ഫീൽഡ് മാർഷൽ ആയിട്ട് വരുന്നു. ഇവിടെ കോൺഗ്രസിന്റെ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നെഹ്റു കുടുംബത്തിലെ, രാഹുലിന്റെ കുടുംബത്തിലെ 2 പ്രമുഖന്മാര്, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, അവർക്ക് 2 പേർക്കും ഭാരതരത്നം കിട്ടിയിട്ടുണ്ട്. അത് സ്വയം സമ്മാനിച്ചതാണ്. ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം കൊടുത്തത് ഇന്ദിരാഗാന്ധി തന്നെ, ഇന്ദിരാ ഗവൺമെന്റ് തന്നെയാണ്. നെഹ്റുവിന് കൊടുത്തതും നെഹ്റു ഗവൺമെന്റ് തന്നെയാണ്. രാജീവ് ഗാന്ധിക്ക് കിട്ടി ഭാരതരത്നം. അദ്ദേഹം വധിക്കപ്പെട്ടതിന്റെ തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തു. അതും കോൺഗ്രസുകാരുടെ സംഭാവന തന്നെ. അപ്പൊ അങ്ങനെ സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തക്കാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പാരമ്പര്യം, എത്ര വലിയ പതനവും വീഴ്ചയും പരാജയവും ഉണ്ടായാലും തല ഉയർത്തി അഭിമാനത്തോടെ നടക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം, ഇതൊക്കെ കോൺഗ്രസിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് കഴിഞ്ഞ ദിവസം ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തിട്ട് 90 തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നാണ്. 90 തെരഞ്ഞെടുപ്പിൽ. അതൊരു ചരിത്രമായിരിക്കും. ഒരുപക്ഷെ ലോക റെക്കോർഡ് തന്നെ ആവാനുള്ള സാധ്യതയുള്ള ഒരു ചരിത്ര സംഭവമായിട്ട് അതിനെ കാണണം. ആ നിലയിലുള്ള രാഹുൽ ഗാന്ധിയും ഈ പാകിസ്ഥാന്റെ പട്ടാള മേധാവിയും തമ്മിൽ ഒരുപാട് താരതമ്യമില്ലേ? ഇവിടെ ഇന്നിപ്പോ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ട് രാഹുൽ ഗാന്ധി മാറിയതും കൂടി നമ്മൾ കാണണം. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഇന്ന് പാകിസ്ഥാൻ മീഡിയ ആഘോഷിക്കുകയാണ്. അത് ഇന്ത്യക്കെതിരായത് കൊണ്ടാണ്, ഇന്ത്യയെ വിമർശിക്കുന്നത് കൊണ്ടാണ്, അനാവശ്യമായിട്ട് വിമർശിക്കുന്നത് കൊണ്ടാണ്. ഒരു യുദ്ധവേളയില്, ഒരു സംഘർഷ വേളയിൽ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് സ്വന്തം രാജ്യത്തിനൊപ്പം നിൽക്കാതെ ശത്രു രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു LOP, ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ, അതും നമ്മൾ കാണണം. അതുകൊണ്ട് ഈ പാകിസ്ഥാന്റെ പട്ടാള മേധാവിയുടെ പുതിയ സ്ഥാനലബ്ധിയും രാഹുൽ ഗാന്ധിയുടെ മാനസികാവസ്ഥയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.